മലയാളികൾക്കേറെ പ്രിയപ്പെട്ട ഷാജി പാപ്പനും സംഘവും വീണ്ടും എത്തുന്നു എന്ന വാർത്ത സിനിമാപ്രേമികൾക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. സംവിധാനം മിഥുൻ മാനുവൽ തോമസ് തന്നെയാണ് മൂന്നാം ഭാഗവും സംവിധാനം ചെയ്യുന്നത്. ആട് 3 എന്ന ചിത്രം നിർമ്മിക്കുന്നത് മലയാളത്തിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ഫ്രൈഡേ ഫിലിം ഹൗസ് ആണ്. ഇതിന്റെ നിർമ്മാതാവ് വിജയ് ബാബു ആണ്. സിനിമയുടെ മൂന്നാം ഭാഗം 3Dയിൽ ആയിരിക്കും പുറത്തിറങ്ങുക എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ ഹ്യൂമർ എന്റർടൈനർ എന്ന നിലയിലാണ് ഇതിന്റെ പ്ലാനിംഗ് നടക്കുന്നത്. മിഥുൻ മാനുവൽ തോമസിന്റെയും ജയസൂര്യയുടെയും മറ്റ് സിനിമകളുടെ തിരക്ക് കാരണമാണ് പ്രോജക്ട് വൈകുന്നത്. ആട് 3 സിനിമയുടെ കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായതായും 2026 മാർച്ച് 19-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നുമാണ് റിപ്പോർട്ടുകൾ. മുൻ ഭാഗങ്ങളിലെ പ്രധാന താരങ്ങളെല്ലാം മൂന്നാം ഭാഗത്തിലും അണിനിരക്കുന്നുണ്ട്. ജയസൂര്യ, സൈജു കുറുപ്പ്, ധർമ്മജൻ ബോൾഗാട്ടി, ഭഗത് മാനുവൽ, ഹരികൃഷ്ണൻ, ഫുക്രു, വിനായകൻ, സണ്ണി വെയിൻ, വിജയ് ബാബു, ഇന്ദ്രൻസ്, സുധി കോപ്പ, ബിജു കുട്ടൻ, രഞ്ജി പണിക്കർ, നോബി, നിർമ്മൽ പാലാഴി എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. മലയാളത്തിലെ തന്നെ ഏറ്റവും ചിലവേറിയ സിനിമകളിൽ ഒന്നായിരിക്കും ഇത്. 3D ഫോർമാറ്റിലും ചിത്രം പ്രതീക്ഷിക്കാം. മൂന്നാം ഭാഗം വെറുമൊരു കോമഡി പടം മാത്രമല്ല, ഒരു ടൈം ട്രാവൽ ഫാന്റസി മൂവി കൂടിയായിരിക്കും. പഴയ കാലവും വർത്തമാനവും ഭാവിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കഥയാണിതെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. ഫുക്രു എന്ന കൃഷ്ണജീവ് ആട് 3-ൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഷാജി പാപ്പന്റെയും സംഘത്തിന്റെയും കൂടെയുള്ള വിന്നേഴ്സ് പോത്തുമുക്ക് ടീമിലെ പുതിയ അംഗമായാണ് ഫുക്രു എത്തുന്നത്. രണ്ടാം ഭാഗത്തിൽ കുട്ടൻ മൂങ്ങ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വിനീത് മോഹന് പകരം ഒരു പുതിയ എനർജി നൽകാനാണ് ഫുക്രുവിനെ ഈ സംഘത്തിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫുക്രുവിന്റെ യഥാർത്ഥ ജീവിതത്തിലെ ബൈക്ക് സ്റ്റണ്ടിംഗ് കഴിവും സ്പീഡും ഒക്കെ സിനിമയിലെ കഥാപാത്രത്തിലും മിഥുൻ മാനുവൽ തോമസ് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ, എന്നാൽ അല്പം അലമ്പ് സ്വഭാവമുള്ള കഥാപാത്രമായിരിക്കും ഇത്. സിനിമയുടെ മൂന്നാം ഭാഗം 3Dയിൽ ആയിരിക്കും പുറത്തിറങ്ങുക എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ ഹ്യൂമർ എന്റർടൈനർ എന്ന നിലയിലാണ് ഇതിന്റെ പ്ലാനിംഗ് നടക്കുന്നത്.